തകർന്ന നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവും കടമയുമാണ്. ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിതം എന്ന് വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ് ഏറെയും. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ചിറങ്ങേണ്ടതുണ്ട്. ഇതിനെല്ലാം സർക്കാർ സംവിധാനങ്ങളും ആ നാടിനൊപ്പമുണ്ട്. ഇതിനകം സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സുമനസ്സുകളുടെ സഹായപ്രവാഹമാണ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം.എ. യൂസഫ് അലി, പ്രമുഖ വ്യവസായി രവി പിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാണരാമൻ, വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ്, KSFE എന്നിവർ 5 കോടി രൂപ വീതം നൽകും. കൂടാതെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ച 5 കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തും. കൂടാതെ കനറ ബാങ്ക് 1 കോടി തുടങ്ങി ഒട്ടനവധി സമൂഹത്തിലെ സുമനസ്സുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു തട്ടിപ്പല്ല, അവകാശികൾക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ രേഖയുള്ളതാണ്. ബാങ്ക് വഴിയാണ് ഇടപാട്. ആദായ നികുതി ഇളവിന് അർഹവുമാണ്. അക്കൗണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം നയാ പൈസ പോലും ചെലവഴിക്കാനാകില്ല. റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഈ ഫണ്ടിൻ്റെ എല്ലാ കണക്കുകളും രേഖാമൂലം അറിയാൻ കഴിയും. പൂർണ്ണമായും CAG ഓഡിറ്റിന് വിധേയമാണ്. ക്രമക്കേടുണ്ടായാൽ CAG റിപ്പോർട്ടുമേൽ നിയമസഭയിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തീർത്തും സുതാര്യവും അക്കൗണ്ടബിളുമാണ്. ദുരിതാശ്വാസ ബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ ഈ ഘട്ടത്തിൽ ആരും പണം പിരിക്കുകയോ വസ്ത്രം ഭക്ഷണവും ശേഖരിക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതുവരെ ആരെങ്കിലും ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അതാത് ജില്ലയിലെ കലക്ട്രേറ്റിൽ 1077 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനത്തിലൂടെ മാത്രം നൽകുക. തീവ്രഘട്ടങ്ങളിൽ മരുന്നിനും ഭക്ഷണത്തിനും ആവശ്യം വന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ നേരിട്ടറിയിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, സംഘടനകളും കൂട്ടായ്മകളും ദുരന്ത മേഖലയിലേക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി നിങ്ങളുടെ മുന്നിലെത്തിയാൽ നിങ്ങൾക്ക് നൽകാനുള്ളത് കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക.